അബ്ദുല്ലാഹുബ്നു ഹുദാഫത്ത സഹ്മി റളിയല്ലാഹു അൻഹു വളരെ പ്രസിദ്ധനായ സ്വഹാബിയാണ്. സ്വഹാബത്തിൻ്റെ ചരിത്രം നമ്മളെ ഉത്തേജിപ്പിക്കുകയും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാർഗനിർദ്ദേശമാവുകയും നല്ലൊരു ജീവിതത്തിന് നമുക്ക് സഹായകമാകുന്നതുമാണ് മഹാന്മാരുടെ ചരിത്രം. കഴിഞ്ഞ ചരിത്രങ്ങളെല്ലാം കേട്ടുകൊണ്ട് അതിൻ്റെ തുടർച്ചയായി ഈ ചരിത്രങ്ങളും കേൾക്കലാണ് അതിൻ്റെ ഉചിതം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിലെ ധീരന്മാരായ 6 പേരെ ഒരു തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു വരുത്തി. ഈ 6 പേരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ പോവുകയാണ്. നിങ്ങളത് ഏറ്റെടുക്കുകയും സംശയലേശമന്യേ അത് നിർവഹിക്കുകയും ചെയ്യണം. ഈ 6 പേരും അതിന് സന്നദ്ധമാകുന്നു. ആ കൂട്ടത്തിൽ ഒരാളാണ് അബ്ദുല്ലാഹുബ്നു ഹുദാഫത്ത സഹ്മി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾക്ക് ചുമതല നൽകുന്നത് ഫാരിസ് പേർഷ്യയിലെ രാജാവായ കിസ്റ രാജാവിന് കത്ത് കൊടുത്തയക്കാനാണ്. കത്തുമായി പോകുന്ന സമയത്ത് ആ സമയത്തെ ഒരു വിഷയം, ലോകത്തെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നാണ് കിസ്റ രാജാവ് അഥവാ പേർഷ്യ എന്ന് പറയുന്നത്. ആ പേർഷ്യയിലേക്കൊക്കെ രാജാവിന് കത്തുമായി പോകുമ്പോൾ ആ കത്തുമായി പോകുന്നതിലെ ഉള്ളടക്കം അതുകൂടി മനസ്സിലാക്കണം. അഥവാ നിങ്ങളുടെ ഈ തെറ്റായ മതവും കാഴ്ചപ്പാടും ജീവിത രീതികളും മാറ്റുകയും ശരികളിലേക്ക് മടങ്ങണം, ഏകദൈവ വിശ്വാസത്തിലേക്കും പരിശുദ്ധ ഇസ്ലാമിലേക്കും അള്ളാഹുവിലേക്കും മടങ്ങണമെന്നും നന്മയിലേക്കും നീതിയിലേക്കും ന്യായത്തിലേക്കും നിങ്ങൾ തിരിച്ചു വരണമെന്നും നിർദ്ദേശം നൽകിയിട്ടുള്ള കത്തുകൂടിയാകുമ്പോൾ അവരിൽ നിന്ന് എന്ത് സംഭവിക്കുമെന്നത് വ്യാഖ്യാനിക്കാനോ മുൻ കാഴ്ചപ്പാട് രൂപപ്പെടുത്താൻ പറ്റാത്തത്രയും ഭയാനകമാണ്. തിരിച്ചുവരവ് പലപ്പോഴും അതൊരു 2ാം ജന്മമായിരിക്കും. അങ്ങനെയുള്ളൊരു ദൗത്യത്തിനാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പുറപ്പെടുന്നത്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കത്തുമായി കിസ്റ രാജാവിലേക്ക് പോകുന്നു. രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തുന്നു. ഏറെ യാത്ര ചെയ്ത് കൊട്ടാരത്തിൻ്റെ കവാടത്തിലെത്തി ദൂതന്മാരോട് ആഗമനോദ്ദേശ്യം അറിയിക്കുന്നു. ഇന്ന ലക്ഷ്യത്തിന് വേണ്ടി വന്നതാണ്. രാജാവിന് വിവരം കിട്ടിയപ്പോൾ രാജാവ് രാജസദസ്സൊരുക്കി. മന്ത്രിമാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്. ആ സദസ്സിലേക്ക് അബ്ദുല്ലാഹുബ്നു ഹുദാഫത്ത സഹ്മി റളിയല്ലാഹു അൻഹുവിന് പ്രവേശനം നൽകുന്നു. ബഹുമാനപ്പെട്ടവർക്ക് പ്രവേശനം നൽകി എല്ലാവരും ഒരുങ്ങി നിൽക്കുന്നു. രാജാവ് അറബിയിൽ നിന്നാണ് അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു വരുന്നത് എന്ന അറിവ് കാരണം അറബി ട്രാൻസ്ലേറ്റർ വിളിക്കുന്നു, പരിഭാഷകനെ വിളിക്കുന്നു. ആ പരിഭാഷകനോട് വന്നിട്ട് ഈ കത്ത് വാങ്ങി വായിക്കാൻ പറയുന്നു. ആ സമയത്ത് അബ്ദുല്ലാഹുബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കത്ത് ഞാൻ മറ്റൊരാളുടെ കയ്യിൽ നൽകില്ല. അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ എന്നോട് നിർദ്ദേശിച്ചത് ഇത് കിസ്റ രാജാവിന് കൈമാറാനാണ്. യദൻ ബി യദ്, നേരെ കൈമാറണം. അതുകൊണ്ട് ഞാൻ അങ്ങനെ മാത്രമേ ചെയ്യുള്ളൂ എന്ന് ഷാഢ്യം പറഞ്ഞു. രാജാവ് പറഞ്ഞു, എന്നാൽ അദ്ദേഹത്തെ എൻ്റെ അടുത്തേക്ക് വിട്ടോളൂ. അബ്ദുല്ലാഹുബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു നേരെ രാജാവിൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്ന് കത്ത് നൽകി. കത്ത് കൈമാറി. രാജാവ് വായിക്കാൻ പറഞ്ഞു. അങ്ങനെ വായിക്കാൻ തുടങ്ങുകയാണ്. മിൻ മുഹമ്മദിർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ മലിക്കി ഫുറുസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ കത്ത്. അത് വായിച്ചപ്പോൾ രാജാവ് ആകെ പ്രകോപിതനായി. കാരണം ആദ്യം മുഹമ്മദൻ എന്ന് പരാമർശിച്ച് തുടങ്ങിയത് എങ്ങനെ എനിക്ക് കത്തയക്കാൻ ധൈര്യം വന്നു? എൻ്റെ ഈ അധികാരത്തിൻ്റെ കാലയളവിൽ ഈ നാട്ടിലും പരിസരത്തും മറ്റ് രാജ്യങ്ങളിലുള്ള ജനങ്ങളെല്ലാം എൻ്റെ അടിമയാണ്. അങ്ങനെ ഒരു അടിമ എന്നോടിങ്ങനെ കത്തെഴുതാൻ ധൈര്യപ്പെടുകയോ എന്ന ആ ധാർഷ്ട്യ മനോഭാവമാണ് അദ്ദേഹത്തിൻ്റെ പ്രകോപനത്തിൻ്റെ പിന്നിൽ. അങ്ങനെ ആ കത്ത് കയ്യിൽ നേരെ വാങ്ങിയിട്ട് കത്ത് പിച്ച് ചീന്തി വലിച്ചെറിഞ്ഞു. രാജാവ് ആകെ കോപം കൊണ്ട് വിറച്ചു. സദസ്സ് പിരിഞ്ഞു. അബ്ദുല്ലാഹുബ്നു ഹുദാഫയെ പിടിച്ച് പുറത്താക്കാൻ പറഞ്ഞു. പിടിച്ച് പുറത്താക്കി. അബ്ദുല്ലാഹുബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു ഇനി എന്ത് സംഭവിക്കും എന്നത് സങ്കല്പാതീതമായ ഒരു സമയം. കൊട്ടാരത്തിന് പുറത്തെത്തിയപ്പോൾ സ്വന്തം വാഹനത്തിൽ കയറി ബഹുമാനപ്പെട്ട അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് തിരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്കെത്തി. നബി തങ്ങൾ ചോദിച്ചു, എന്തൊക്കെ സംഭവിച്ചു? ഉണ്ടായ വിവരങ്ങളൊക്കെ പറഞ്ഞു. കൂട്ടത്തിൽ ഇതും പറഞ്ഞു. അങ്ങയുടെ കത്ത് അദ്ദേഹം വായിച്ച ഉടനെ തന്നെ വാങ്ങിയിട്ട് പിച്ച് ചീന്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വാഭാവിക പ്രതികരണത്തിൽ വന്ന വാചകം ഇങ്ങനെയാണ്, എങ്കിൽ മസ്സഖല്ലാഹു മുൽക്കഹു, അദ്ദേഹത്തിൻ്റെ അധികാരവും അള്ളാഹു പിച്ച് ചീന്തിയിരിക്കുന്നു. എല്ലാവരും ഇത് കേട്ടു. രാജാവ് അടുത്ത ദിവസം രാജസദസ്സ് വിളിച്ചിട്ട് അബ്ദുല്ലാഹുബ്നു ഹുദാഫയെ കൊണ്ടുവരാൻ പറഞ്ഞു. അന്വേഷിച്ച് നോക്കുമ്പോൾ എവിടെയും കാണാനില്ല. ബഹുമാനപ്പെട്ടവർ എത്തേണ്ടിടത്ത് എത്തിയിട്ടുണ്ട്.
ഈ കിസ്റ രാജാവ് ഒരു കത്തെഴുതി. തൻ്റെ ഭരണത്തിന് കീഴിൽ ഭരണാധികാരിയായ യമനിലെ രാജാവായ ബാദാൻ എന്ന രാജാവിന് കത്തെഴുതി. ആ കത്തിലുള്ള നിർദ്ദേശം, നിങ്ങൾ നല്ല 2 കിങ്കന്മാരെ, 2 നല്ല ശാരീരിക മികവുള്ള 2 ഭടന്മാരെ അറബിയിലേക്ക് അയക്കണം. എന്നിട്ട് എനിക്ക് ഈ കത്ത് എഴുതിയ മുഹമ്മദിനെ കണ്ടെത്തണം, എന്നിട്ട് പിടിച്ചു കൊണ്ടുവരണം, ജീവനോടെ പിടിച്ചു കൊണ്ടുവരണം. ബാദാന് 2 പേരെ അയച്ചു. അതിലൊരു കത്തുകൂടെ കൊടുത്തു. ആ കത്തുമായി അവർ അറേബ്യയിലേക്ക് തിരിച്ചു. അവർ ത്വായിഫിലേക്ക് വന്ന് അന്വേഷിച്ചു, എവിടെയാണ് ഈ മുഹമ്മദ്, ആരാണ് ഈ ആള്. ത്വായിഫിൽ ഈ അന്വേഷിക്കുന്നത് ആരോടാണ്? ഖുറൈശികളായ കച്ചവടക്കാരോടാണ്. ആ ഖുറൈശികളായ കച്ചവടക്കാർ അന്വേഷിച്ചറിഞ്ഞു ആരാണ്. ബാദാൻ രാജാവ് കിസ്റ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം മുഹമ്മദിനെ പിടിക്കാൻ വന്നിരിക്കുന്നു എന്ന വിവരം കിട്ടിയപ്പോൾ അവർക്ക്, ശത്രുക്കൾക്ക് വലിയ സന്തോഷമായി. അവർ നേരെ പറഞ്ഞു കൊടുത്തു ഇവരോട്, അദ്ദേഹം മക്കയിലല്ല ഉള്ളത്, യസിരിബിലാണുള്ളത്, അഥവാ മദീനയിലാണുള്ളത്. മദീനയിലേക്ക് പോകാൻ വേണ്ടി അവർക്ക് നിർദ്ദേശം കൊടുത്തതിന് ശേഷം ഈ കച്ചവടക്കാർ സന്തോഷപൂർവ്വം മക്കയിലേക്ക് ചെന്നു. അവരോട് വിളംബരം ചെയ്തു, എല്ലാവരും സന്തോഷിച്ചോളൂ, ഇനി നമുക്ക് മുഹമ്മദിൻ്റെ ശല്യം ഉണ്ടാകൂല, കിസ്റ രാജാവ് നേരിട്ട് അദ്ദേഹത്തെ പിടികൂടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ സന്തോഷം അറിയിച്ച് അധികം താമസിയാതെ ഈ 2 പേർ, ബാദാൻ രാജാവ് അയച്ച 2 പേരും മദീനയിലേക്ക് വരും. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരും. ഞങ്ങളിങ്ങനെ ബാദാൻ രാജാവിൽ നിന്നാണ് വരുന്നത്, നിങ്ങൾ ഞങ്ങളുടെ കൂടെ കിസ്റ രാജാവിൻ്റെ അടുക്കലേക്ക് വരണം, കൂടെ കത്തും കൈമാറുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് വശ്യമായി ഒന്ന് പുഞ്ചിരിച്ചതിന് ശേഷം പറഞ്ഞു, നിങ്ങൾ ഇന്ന് പൊയ്ക്കോളൂ, നാളെ വരീൻ. അവർ 2 പേരും പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരുന്നു. അവർ വലിയ പ്രതീക്ഷയിലാണ്. അവർ പറഞ്ഞു, ഞങ്ങളെ കൂടെ കിസ്റ രാജാവിൻ്റെ അടുക്കലേക്ക് പോകാൻ നിങ്ങൾ ഒരുങ്ങി വരികയല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്ത് കിസ്റ രാജാവ്, അദ്ദേഹം ഇന്നാലിന്ന ദിവസം ഇന്നാലിന്ന മാസം മരണപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അധികാരം എന്നേക്കുമായി നാമാവശേഷമായിരിക്കുകയാണ്, നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ വന്ന 2 പേരും ഭയം കൊണ്ട് വിറച്ചു. എന്താണ് ഈ പറയുന്നത്? അവർ ചോദിച്ചു, നിങ്ങൾ ആരെക്കുറിച്ചാണ് ഈ പറയുന്നതെന്നറിയോ? തമാശ പറയാനുള്ള ആളല്ല. കിസ്റ രാജാവിൻ്റെ ശക്തിയും അദ്ദേഹത്തിൻ്റെ അധികാര വൈഭവവും അദ്ദേഹത്തിൻ്റെ അധികാര വ്യാപ്തിയും ഒക്കെ നിങ്ങൾക്കറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ചെന്ന് അന്വേഷിച്ചു നോക്കൂ, എപ്പോഴാണ് അദ്ദേഹം മരണപ്പെട്ടതെന്ന് അന്വേഷിച്ചു നോക്കൂ. കിസ്റ രാജാവിനെ കുറിച്ചുള്ള ഈ വിവരം ഈ 2 പേരും ബാദാൻ്റെ അടുക്കലേക്ക് വന്ന് അറിയിച്ചു. ആ വിവരം അറിയിച്ച കൂട്ടത്തിൽ അവരിങ്ങനെ ഉണ്ടായ വിവരങ്ങളൊക്കെ പറഞ്ഞു. അത് പറഞ്ഞ് തീരേണ്ട അതേ സമയം കിസ്റയിൽ നിന്ന്, പേർഷ്യയിൽ നിന്ന് കത്ത് വരുന്നു. ഷീറവൈഹി എന്ന പേർഷ്യൻ രാജാവായ കിസ്റയുടെ മകൻ്റെ കത്താണത്. ആ കത്തിലുള്ളത്, ഇപ്പോൾ പേർഷ്യയുടെ അധികാരി ഞാനാണ്, പിതാവിനെ അഥവാ കിസ്റ രാജാവിനെ ഞാൻ കൊലപ്പെടുത്തിയിരിക്കുന്നു, എൻ്റെ അധികാരത്തിന് കീഴിൽ നിങ്ങൾ നിലകൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിർദ്ദേശം. വെറുതെയല്ല ഞാൻ കിസ്റ രാജാവിനെ കൊലപ്പെടുത്തി, അദ്ദേഹത്തിൻ്റെ ദുർഭരണവും ദുർനടപടികളും അവസാനിപ്പിക്കൽ അനിവാര്യമായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് കൂടി പറയുന്നു. അങ്ങനെ ഈ കത്ത് വായിച്ച ഉടനെ ആ കത്ത് ബാദാൻ വലിച്ചെറിഞ്ഞു. അദ്ദേഹം ഉടനെ പ്രഖ്യാപിച്ചു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഞാൻ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയാണ്, ഞാൻ മുസ്ലിമാവുകയാണ്. നബിതങ്ങളുടെ കത്തുണ്ടായിരുന്നു ബാദാൻ. ആ കത്തിൻ്റെ രത്നച്ചുരുക്കം, നിങ്ങൾ മുസ്ലിമായി ഇസ്ലാമിൻ്റെ വക്താവായി ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അധികാരത്തിൽ നിങ്ങൾക്ക് തുടരാം. ആ കത്ത് സ്വീകരിച്ചുകൊണ്ട് ബാദാൻ രാജാവ് മുസ്ലിമാവുകയും ഇസ്ലാമിൻ്റെ അണ്ടറിലേക്ക് വരുന്നു. അബ്ദുല്ലാഹിൻ ഹുദാഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിലെ വളരെ അനർഘനീയമായ ഒരു നിമിഷമാണ് കിസ്റ രാജാവുമായി ബന്ധപ്പെട്ട ചരിത്രം. മറ്റൊരു ഭാഗം കൂടി അബ്ദുല്ലാഹിൻ ഹുദാഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ കാണാം. അത് കൈസർ അഥവാ റോം, ലോകരാജ്യങ്ങളിലെ ലോകശക്തികളിലെ ഒരു ശക്തിയാണ് റോം. ആ റോം ഭരണാധികാരിയാണ് കൈസർ രാജാവിൻ്റെയുമായി ബന്ധപ്പെട്ടതാണ് അടുത്തൊരു ചരിത്രം. സയ്യിദ്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് യുദ്ധത്തിൽ, റോമുമായി നടന്നൊരു യുദ്ധത്തിൽ ഏതാനും സ്വഹാബത്തിന് പിടിക്കപ്പെടുന്ന സമയത്ത് കൈസർ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് അവരെ കൊണ്ടുപോകുന്നു. കൈസർ രാജാവ് നേരത്തെ തന്നെ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു, മുസ്ലിം സൈന്യത്തിൽ നിന്ന് ആളെ ജീവനോട് കിട്ടുകയാണെങ്കിൽ അങ്ങനെ തന്നെ ഇവിടെ കൊണ്ടുവരണം, ഹാജരാക്കണം. കാരണം അവരെക്കുറിച്ച് അത്രമേൽ വിശ്വാസം പരന്നിരിക്കുകയാണ്. വിശ്വാസത്തെക്കുറിച്ച് ഒരുപാട്
പറച്ചിലുകൾ വ്യാപകമാണ്. അതുകൊണ്ട് അവരെ ഒന്ന് നേരിൽ കാണണം, അനുഭവിക്കണം. അങ്ങനെ ആ കൂട്ടത്തിൽ അബ്ദുല്ലാഹിബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു ഉണ്ട്. അബ്ദുല്ലാഹിബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിനെ കൈസർ രാജാവിൻ്റെ മുമ്പിലേക്ക് ഹാജരാക്കിയിട്ട് ഭടന്മാർ പറഞ്ഞു, ഇദ്ദേഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രധാന അനുയായികളിൽ ഒരാളാണ്. നേരത്തെ ഇസ്ലാം സ്വീകരിക്കുകയും പരിചയപ്പെടുകയും ചെയ്ത ആളാണ്. അബ്ദുല്ലാഹിബ്നു ഹുദാഫ റളിയല്ലാഹുവിനെ കണ്ട മാത്രമേ അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ പോവാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. എന്താണ് നിങ്ങളോട് പറയാനുള്ളത്? നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ, അഥവാ ഇസ്ലാം ഉപേക്ഷിക്കുകയും നസ്വാറ മതം സ്വീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സമ്മാനങ്ങൾ നൽകാം. ഇത് കേട്ട മാത്രയിൽ അബ്ദുല്ലാഹിബ്നു ഹുദാഫ റളിയല്ലാഹു പറഞ്ഞു, എനിക്ക് ഈ സമ്മാനങ്ങളൊന്നും ആവശ്യമില്ല. ഒരു നിമിഷം പോലും എനിക്ക് കിട്ടിയ പവിത്രമായ മതം ഉപേക്ഷിക്കാൻ ഞാൻ സന്നദ്ധമല്ല. അടുത്ത ഓഫർ പറഞ്ഞു. ഞാനെങ്കിൽ അടുത്തൊരു ഓഫർ പറയാം. നിങ്ങൾക്ക് എൻ്റെ ഭരണാധികാരത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പാതി അത് നിങ്ങൾക്ക് നൽകാം. നിങ്ങളൊരു ഭരണാധികാരിയാക്കാം. കേവലം ഒരു മിലിറ്ററിയോട്, കേവലം ഒരു പട്ടാളക്കാരനോട്, അല്ലെങ്കിൽ കേവലം ഒരു സൈനികനോട് വലിയ ലോകശക്തി പറയും വിധം ഇസ്ലാമിൻ്റെ വിശ്വാസത്തിൻ്റെ അന്തർധാര അത്രയും ശക്തമാണ് എന്ന ബോധ്യമാണ് ഈ സംസാരത്തെ പിന്നിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. അടുത്തത് ചോദിക്കുന്നത്, ഇത്രയും തരാം, അതിൻ്റെ മറുപടി നിങ്ങളുടെ അധികാരം പൂർണ്ണമായി എനിക്ക് തരാം, അറേബ്യ മൊത്തവും എനിക്ക് തരാം. ഈ മതം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ഒരു നിമിഷത്തേക്ക് പോലും അതെനിക്ക് സാധ്യമല്ല, ഞാനതിനൊരുക്കമല്ല എന്നുകൂടി പറഞ്ഞപ്പോൾ കൈസർ പറഞ്ഞു, എങ്കിൽ ഞാൻ നിങ്ങളെ കൊലപ്പെടുത്താൻ പോവുകയാണ്. ആ സമയം അബ്ദുല്ലാഹിബ്നു ഹുദാഫ റളിയല്ലാഹു പറഞ്ഞു, അൻതവമാ തുരീദ്, നിങ്ങൾ ഉദ്ദേശിക്കുന്നതൊക്കെ ചെയ്യാം, ഞാൻ എന്തിനും റെഡിയാണ്. അതിനുശേഷം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിനെ നിർത്തിയിട്ട് രാജാവ് പറഞ്ഞു, വലിയ ഒരു ചട്ടി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു, വലിയൊരു പാത്രം. ആ പാത്രയിൽ നിറയെ എണ്ണ ഒഴിക്കാൻ പറഞ്ഞു. എണ്ണ ഒഴിച്ചതിന് ശേഷം തീയിട്ട് ചൂടാക്കി, തീ കത്തിച്ച് അതിങ്ങനെ തിളച്ച സമയം പിടിക്കപ്പെട്ട സൈനികരിൽ നിന്ന് 2 പേരെ കൊണ്ടുവരാൻ പറഞ്ഞു. ആ 2 പേരെ ഈ ചട്ടിയിലേക്ക്, ഈ പാത്രത്തിലേക്ക് എടുത്തിട്ടു. പഴുത്തിരിക്കുന്ന തിളച്ചിരിക്കുന്ന ആ എണ്ണയിൽ നിന്ന് മനുഷ്യ ശരീരം ഇങ്ങനെ വെന്ത് ഉരുകി അതിങ്ങനെ പൊരിഞ്ഞു വരുമ്പോൾ മാംസഭാഗങ്ങൾ ശരീരത്തിൽ നിന്നിങ്ങനെ പിരിയാൻ തുടങ്ങി. ആ സമയത്ത് അബ്ദുല്ലാഹിബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, മാറാൻ സന്നദ്ധമാണോ? ഇല്ല. ആ സമയത്ത് പറഞ്ഞു, എങ്കിൽ അബ്ദുല്ലാഹിബ്നു ഹുദാഫയെ പിടിച്ചിട്ടിടാൻ പറഞ്ഞു. പിടിച്ചിട്ടിടാൻ വേണ്ടി കൊണ്ടുപോകാൻ പട്ടാളക്കാർ ഒരുങ്ങിയപ്പോൾ അബ്ദുല്ലാഹിബ്നു ഹുദാഫ റളിയല്ലാഹുവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിക്കുന്നത് കണ്ടു. അവർ കൗതുകത്തോടെ കൈസറോട് പറഞ്ഞു, ഇതാ ഇദ്ദേഹം കരയാൻ തുടങ്ങിയിട്ടുണ്ട്. കൈസർ രാജാവ് കൊണ്ടുവരാൻ പറഞ്ഞു. ആ മാറാൻ തീരുമാനിച്ചു അല്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ആര് തീരുമാനിച്ചു? ഞാൻ മാറാൻ ഒരുക്കമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചോ? പിന്നെ എന്തിനാണ് നിങ്ങൾ കരഞ്ഞത്? അബ്ദുല്ലാഹിബ്നു ഹുദാഫ റളിയല്ലാഹുവിൻ്റെ മറുപടി, ഞാൻ ആലോചിച്ചത് എനിക്ക് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി സമർപ്പിക്കാൻ എൻ്റെ ശരീരത്തിലെ ഓരോ രോമത്തിനും ഓരോ ശരീരമുണ്ടാവുകയും ഓരോ ശരീരവും ഇതുപോലെ ഈ എണ്ണയിലെടുത്തിട്ട് എന്നെ ശിക്ഷിക്കപ്പെടുകയും അത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി അങ്ങനെ ഒരു ത്യാഗം ചെയ്യാൻ ഭാഗ്യമുണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ കരഞ്ഞുപോയത്. ഇത് കേട്ടപ്പോൾ രാജാവിൻ്റെ എല്ലാ വീര്യവും ചോർന്നുപോയി. രാജാവ് അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എങ്കിൽ ഞാൻ അവസാന ഒരു ഓപ്ഷൻ പറയട്ടെ, നിങ്ങൾ എൻ്റെ മുനെറ്റിയിലൊന്ന് മുത്തം വെക്കണം. അങ്ങനെ മുത്തം നൽകുകയാണെങ്കിൽ നിങ്ങളെ വിട്ടയക്കാം. അബ്ദുല്ലാഹിബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്നെ മാത്രമാണോ, അതല്ല സൈന്യത്തെ, എൻ്റെ കൂടെ പിടിക്കപ്പെട്ട എല്ലാവരെയും വിട്ടയക്കാൻ സന്നദ്ധമാണോ? എല്ലാവരെയും വിട്ടയച്ചോളാം. അപ്പോൾ അബ്ദുല്ലാഹിബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു കൈസർ രാജാവിൻ്റെ നെറ്റിയിൽ മുത്തം നൽകി. ആ സമയത്ത് എല്ലാവരെയും വിട്ടയച്ചു. അവരെയും കൊണ്ട് മദീനയിലേക്ക് വന്നപ്പോൾ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ വിവരങ്ങളെല്ലാം കേട്ടറിഞ്ഞു മനസ്സിലാക്കിയതിന് ശേഷം ബഹുമാനപ്പെട്ടവർ പ്രഖ്യാപിച്ചു, ഇതാ അബ്ദുല്ലാഹിബ്നു ഹുദാഫ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി പൂർണ്ണാർത്ഥത്തിൽ സമർപ്പിച്ച ഒരു മഹാവ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സമർപ്പണ ബോധം കൊണ്ട് ഇതാ ഇത്രയും പേരുടെ ജീവൻ സംരക്ഷിക്കാൻ കൂടി സാധിച്ചിരിക്കുന്നു. വലിയൊരു രാജാവിൻ്റെ മുമ്പിലും പരിശുദ്ധ ഇസ്ലാമിൻ്റെ പവിത്രത മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചിരിക്കുന്നു. ഞാനിത് അബ്ദുല്ലാഹിബ്നു ഹുദാഫയെ ബഹുമാനിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തലയിൽ മുത്തം വെക്കുന്നു. അങ്ങനെ എല്ലാവരോടും മുത്തം വെക്കാൻ വേണ്ടി, ആദരവോടെ മുത്തം വെക്കാൻ വേണ്ടി പറയുന്നു. അബ്ദുല്ലാഹിബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ സമർപ്പണം മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും മഹത്വമുള്ള ഒരു സമർപ്പണമാണ്. കാരണം മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവിന് മുമ്പിൽ മാത്രമേ മനുഷ്യൻ കീഴടങ്ങേണ്ടതുള്ളൂ, മനുഷ്യൻ വഴങ്ങേണ്ടതുള്ളൂ. ആ സൃഷ്ടാവിൻ്റെ മുമ്പിൽ മാത്രമേ മനുഷ്യൻ സുജൂദ് ചെയ്യേണ്ടതുള്ളൂ.
എന്ന് പഠിപ്പിക്കുന്ന, മനുഷ്യൻ്റെ ജീവിതത്തിനാവശ്യമായ സാമ്പത്തിക വ്യവസ്ഥിതി പഠിപ്പിച്ച, മനുഷ്യന് മാനമായി ജീവിക്കാൻ പഠിപ്പിച്ച, മനുഷ്യൻ്റെ സാമൂഹിക ബന്ധങ്ങൾ പഠിപ്പിച്ച, മനുഷ്യനിലെ മൂല്യങ്ങൾ പഠിപ്പിച്ച ഈ ആദർശം, ആ ആദർശം ഒരു സമൂഹത്തിന് സ്വീകരിക്കാൻ വേണ്ടി, അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ കഴിഞ്ഞ സെലിബ്രിറ്റികൾ, മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റികളാണ് സ്വഹാബത്ത്. ആ സ്വഹാബത്തിനെ പിന്തുടരുന്ന വിഷയത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മുടെ സിമ്പലുകൾ, ഒരു മുസ്ലിമിൻ്റെ, ഇസ്ലാമിൻ്റെ ചിഹ്നമായി ഭംഗിയുള്ള വെട്ടിയൊപ്പിച്ച താടി ഒരു പുരുഷൻ വെക്കുന്ന സമയത്ത് അതൊരു സുന്നത്താണ്. ആ സുന്നത്ത് ഒരു സിമ്പലാണ്, ഒരു ചിഹ്നമാണ്, ഒരു സൂചകമാണ്. ഞാൻ മുസ്ലിമാണ്, ഞാൻ ഇത്തരം സദ്വൃത്തരായ സച്ചരിതരായ മഹാന്മാരെ പിന്തുടരുന്നു എന്നതിൻ്റെ സൂചനയാണത്. ഒരു മുസ്ലിം തലപ്പാവ് ധരിക്കുമ്പോൾ, ഒരു മുസ്ലിം വേഷവിധാനം കൊണ്ടും ഹെയർ ഡ്രസ്സിങ് കൊണ്ടും മറ്റ് ജീവിത ചിട്ടകൾ കൊണ്ട്, സംസാരം കൊണ്ട് എല്ലാം നന്മയെ ഫോളോ ചെയ്യുന്ന സമയത്ത് അതൊരു സിമ്പൽ കൂടിയാണ്. നന്മയുടെ വക്താവാണ് ഞാനെന്ന പ്രഖ്യാപനം കൂടിയാണ്. നമുക്കിത്തരം മഹാന്മാരെ പഠിച്ചതിൻ്റെ പേരിൽ നന്മയുടെ വക്താക്കളാകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് തുടർന്നും ഈ ചരിത്രത്തിൻ്റെ ഭാഗങ്ങൾ കാണാം.